അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, റഹീഖുൽ ഖുർആനിൻ്റെ രണ്ടാമത്തെ സെഷനിലെ 37ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. സൂറത്തുൽ ഇൻഫിതാറിലെ അവസാന ഭാഗങ്ങളായ 17 മുതൽ 19 വരെയുള്ള വചനങ്ങളാണ് ഇന്നേ ദിവസം നമ്മൾ പഠിക്കുന്നത്. ആദ്യമായി നമുക്ക് ആ വചനങ്ങളുടെ ഖിറാഅത്ത് ഒന്ന് ശ്രവിക്കാം. أعوذ بالله من الشيطان الرجيم وما أدراك ما يوم الدين ثم ما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا والأمر يومئذ لله. ഇനി നമുക്കതിലെ 17ാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. വമാ അദ്റാക മാ യൗമുദ്ദീൻ. ആയത്തിന്റെ അർത്ഥം പ്രതിഫല നടപടിയുടെ ദിവസമെന്നാൽ എന്താണെന്ന് നിനക്കെന്തറിയാം. വാക്കർത്ഥങ്ങൾ നോക്കാം. വമാ അദ്റാക, നിനക്ക് അറിവ് തന്നതെന്താണ്, അല്ലെങ്കിൽ നിനക്ക് എന്തറിയാം. മാ യൗമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം എന്താണെന്ന്. വീണ്ടും അതേ വചനം ആവർത്തിച്ച് വരികയാണ് ചെയ്യുന്നത്. സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ. ആയത്തിന്റെ അർത്ഥം പിന്നെയും അല്ലെങ്കിൽ വീണ്ടും പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിയാം. അതിന്റെ വാക്കർത്ഥങ്ങൾ കൂടി നോക്കാം. സുമ്മ എന്ന് പറഞ്ഞാൽ വീണ്ടും അല്ലെങ്കിൽ പിന്നെയും എന്നർത്ഥം. മാ അദ്റാക, നിനക്ക് അറിവ് തന്നത് എന്താണ്, അല്ലെങ്കിൽ നിനക്ക് എന്തറിയാം. മാ യൗമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം എന്താണെന്ന്. ഇനി 19ാമത്തെ വചനം നോക്കാം. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈഅ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. ആയത്തിന്റെ അർത്ഥം അതെ, ഒരാളും വേറെ ഒരാൾക്ക് യാതൊന്നും അധീനമാക്കാത്ത അഥവാ ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ദിവസം. അന്നത്തെ ദിവസം കാര്യങ്ങളെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലക്കായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ കൽപ്പനാധികാരം അള്ളാഹ്ക്ക് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. വാക്കർത്ഥങ്ങൾ നോക്കാം. യൗമ എന്ന് പറഞ്ഞാൽ ദിവസം, ലാ തംലിക്കു അധീനമാക്കാത്ത അല്ലെങ്കിൽ ഉടമപ്പെടുത്താത്ത, നഫ്സുൻ ഒരാൾക്കും, ലിനഫ്സിൻ മറ്റൊരാൾക്ക്, അഥവാ ഒരാളും മറ്റൊരാൾക്ക് ഒന്നും തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത, ഉടമപ്പെടുത്തുവാൻ കഴിയാത്ത, അധീനമാക്കുവാൻ കഴിയാത്ത ദിവസം. ഷൈഅൻ എന്ന് പറഞ്ഞാൽ ഒന്നും, യാതൊരു കാര്യവും. വൽ അംറു, അന്നേ ദിവസത്തെ കൽപ്പനാധികാരം അല്ലെങ്കിൽ കാര്യകർത്തൃത്വം. ആ ദിവസത്തെ എന്ന് പറഞ്ഞാൽ യൗമ ഇദിൻ, അതാണ് ആ ദിവസം എന്നതിന് അർത്ഥം വരുന്നത്. യൗമുൻ എന്ന് പറഞ്ഞാൽ ദിവസം, യൗമ ഇദിൻ ആ ദിവസം. ലില്ലാ, അത് അല്ലാഹു സുബ്ഹാനഹു വതആലക്കായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ദിവസത്തെ കൽപ്പനാധികാരം, അന്നേ ദിവസത്തെ എല്ലാവിധ അധികാരങ്ങളും തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലക്കായിരിക്കും ഉണ്ടായിരിക്കുക. മറ്റൊരാൾക്കും ഒന്ന് ചലിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ്. ഇനി നമുക്കതിൻ്റെ വിശദീകരണങ്ങൾ ഇബ്നു കസീർ റഹ്മഹുല്ലയിൽ നിന്നും ആദ്യമായിട്ട് വായിക്കാം. അദ്ദേഹം പറയുകയാണ്, വമാ അദ്റാക മാ യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ അത് തഅദീമുൻ ലിശഅനി യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളിലെ ആ ഒരു സംഭവ കാര്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഭീകരതയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അപ്രകാരം ഒരു ചോദ്യ രീതിയിൽ പ്രവാചകരോട് ഉന്നയിച്ചിട്ടുള്ളത്. വീണ്ടും പറഞ്ഞു സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ. അത് വീണ്ടും അത് തൗക്കീദ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അഥവാ ആ കാര്യം, ആദ്യം ചോദിച്ച ആ ഒരു കാര്യം ഒന്നും കൂടി ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് രണ്ടാമത് അത് ആവർത്തിച്ച് പറയുന്നത് എന്നാണ്. അത് അറബിയിലുള്ള ഒരു ശൈലി കൂടിയാണ്. ആവർത്തിച്ച് പറയുമ്പോൾ അത് തൗക്കീദിന്റെ ഗണത്തിൽ പെടുത്തുക എന്നുള്ളത്. അഥവാ അതൊരു കാര്യം അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കുവാനോ അല്ലെങ്കിൽ അത് നമ്മുടെ ശ്രദ്ധയിൽ കുറച്ചുകൂടി ഊന്നി വരുവാനോ വേണ്ടിയിട്ടാണ് അപ്രകാരം ആവർത്തിച്ച് പറയുന്നത്. പിന്നെ അതിനുശേഷം സുമ്മ ഫസ്സറഹു ബിഖൗലിഹി, അതിന് ശേഷം ആ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആ ദിവസത്തിൻ്റെ ഏറ്റവും മനുഷ്യന് ഏറ്റവും ഭീതിജനകമായുള്ള അവസ്ഥ ഉണ്ടാക്കുന്ന കാര്യം എന്താണ്, അതാണ് അതിൻ്റെ ശേഷം പറയുന്നത്. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈഅ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. അന്ന് ഒരാളും മറ്റൊരാൾക്ക് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല, ഉപകാരം ചെയ്യാൻ കഴിയുകയുമില്ല, ഒരു കാര്യവും അവർക്ക് വേണ്ടി അധീനപ്പെടുത്തുവാനും സാധിക്കുകയില്ല എന്നുള്ളതാണ്.
അഥവാ ലാ യഖ്ദിറു വാഹിദുൻ അലാ നഫ്ഇ അഹദിൻ, മറ്റൊരാൾക്കൊരു ഉപകാരം ചെലുത്തുവാൻ ഒരാൾക്കും കഴിയൂല. വലാ ഖലാസിഹി മിമ്മാ ഹുവ ഫീഹി, അവൻ എത്തിപ്പെട്ടിട്ടുള്ള പ്രയാസത്തിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുവാനും ആർക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇല്ല അയ്യഅ്ദനല്ലാഹു ലിമൻ യശാ വയർള, അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുകയും അല്ലാഹു തൃപ്തിപ്പെട്ട് കൊടുക്കുകയും ചെയ്ത ആളുകൾക്കല്ലാതെ അത് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അത് എത്ര വലിയ ആളാണെങ്കിലും ശരി, അള്ളാഹിന്റെ അനുമതിയില്ലാതെ മറ്റൊരാൾക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെലുത്തുവാൻ അന്നേ ദിവസം ആർക്കും തന്നെ സാധിക്കുകയില്ല. ഒരാളെയും അവന്റെ പ്രയാസത്തിൽ നിന്നും കരകയറ്റുവാനും കഴിയുകയില്ല എന്നുള്ളതാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്കത് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ തൻ്റെ കുടുംബക്കാരെയും ബന്ധുക്കാരെയും എല്ലാം വിളിച്ചുകൊണ്ട് പറയുന്ന വിശാലമായുള്ളൊരു ഹദീസിൽ കാണാം, യാ ബനി ഹാഷിം അൻഖിദു അൻഫുസകും മിനന്നാർ, അല്ലയോ ഹാഷിം സന്തതികളെ, നിങ്ങൾ നിങ്ങളുടെ ദേഹങ്ങളെ നരകത്തിൽ നിന്നും കാത്തുകൊള്ളുക. ലാ അംലികു ലക്കും മിനല്ലാഹി ശൈഅ, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നും യാതൊരു കാര്യവും നിങ്ങൾക്ക് വേണ്ടി ഉടമപ്പെടുത്തി തരുവാൻ, നിങ്ങൾക്ക് ചെയ്തു തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്നാണ്. ദീർഘമായ ഹദീസാണ്. ഓരോ കുടുംബക്കാരെയും ഓരോ ഗോത്രക്കാരെയും വിളിച്ചുകൊണ്ട് പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യേകം അവരെ ഉണർത്തുന്ന കാര്യമാണ്. അവസാനം ഫാത്തിമ ബീവിയെക്കുറിച്ചും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിളിച്ചുകൊണ്ടും പറയുന്നുണ്ട്, യാ ഫാത്തിമത്ത് ബിൻത് മുഹമ്മദ് ലാ അംലികു ലക്കും മിനല്ലാഹി ശൈഅ എന്നിങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അൻഖിദി നഫ്സക മിനന്നാർ എന്ന് ഫാത്തിമ ബീവിയോടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നീ നിന്റെ ശരീരത്തെ രക്ഷിച്ചു കൊള്ളുക, എൻ്റെ സമ്പത്തിൽ നിന്നും നീ വേണമെങ്കിൽ ചോദിച്ചു, അത് ഞാൻ നിനക്ക് പകുത്തു നൽകാം. പക്ഷേ പരലോകത്ത് യാതൊരു കാരണവശാലും അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നും നിന്നെ രക്ഷിക്കുവാൻ എനിക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല, നിനക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു തരുവാനും എനിക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നിങ്ങനെ ആശയം വരുന്ന വചനങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം ഖുർത്തുബി റഹ്മഹുല്ല പറഞ്ഞ വിശദീകരണങ്ങൾ നോക്കാം. وقال ابن عباس فيما روي عنه كل شيء من القرآن من قوله وما أدراك فقد أدراه. അഥവാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നതായിട്ട് കാണാം. അദ്ദേഹം പറയുകയാണ്, വിശുദ്ധ ഖുർആനിൽ ഇവിടെ വമാ അദറാക എന്ന് പറഞ്ഞല്ലോ, അതേപോലെ വിശുദ്ധ ഖുർആനിൽ എവിടെയൊക്കെ അദറാക എന്ന് പറഞ്ഞിട്ടുണ്ടോ, വമാ അദറാക എന്ന് വന്നിട്ടുണ്ടോ, അങ്ങനെ പറഞ്ഞതിന് ശേഷം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് ഫഖദ് അദ്റാഹു, അത് പ്രവാചകന് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. എന്നാലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുവാനും ആ വിഷയത്തിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കുവാനും വേണ്ടിയായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അദ്റാക വമാ അദ്റാക എന്ന് പറഞ്ഞ് അതിൻ്റെ ശേഷം പറയുന്ന കാര്യങ്ങൾ അത് പ്രവാചകന് അറിയുന്നതായിരിക്കും, എന്നാൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി പറയുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കുവാനും വേണ്ടി ഉണർത്തുന്ന കാര്യമാണ് എന്നാണ്. എന്നാൽ വകുല്ലു ഷൈഇൻ മിൻ ഖൗലിഹി വമാ യുദ്രീക, വിശുദ്ധ ഖുർആനിൽ വമാ യുദ്രീക എന്ന് വന്നിട്ടുണ്ടോ, അങ്ങനെ വന്നതാണ് എങ്കിൽ ഫഖദ് തുവിയ അൻഹു, അത് പ്രവാചകൻ അറിയാത്ത കാര്യമാണ്, അത് പ്രവാചകൻ അല്ലാഹു പറഞ്ഞു കൊടുക്കാത്ത കാര്യമാണ്. പരലോകത്തെ സംബന്ധിച്ച് പ്രവാചകൻ അറിയാത്ത കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അന്ത്യനാളിനെ സംബന്ധിച്ച് പ്രവാചകൻ അറിയാത്ത കാര്യങ്ങളായിരിക്കാം. അത് അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് പറഞ്ഞു കൊടുക്കാത്ത കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് വമാ യുദ്രീക എന്ന പ്രയോഗത്താൽ വരുന്നത് എന്നാണ്. ഇനി അതിനുശേഷം അദ്ദേഹം പറയുന്നു വൽ അംറു യൗമഇദിൻ ലില്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ യുനാസിഉഹു ഫീഹി അഹദുൻ, അന്നേ ദിവസം ഒരാളും പരസ്പരം മറ്റൊരാളോട് പോയി തർക്കിക്കുകയില്ല, അവർക്ക് അവരുടെ അവകാശങ്ങൾ മറ്റുള്ള വ്യക്തികളോട് ചോദിക്കുകയുമില്ല. അഥവാ പരസ്പരം വാക്ക് തർക്കങ്ങൾ അന്നേ ദിവസം അവിടെ ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. അതിനുശേഷം പറയുന്നു കമാ ഖാല ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽയൗമ തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത് ലാ ദുൽമൽ യൗം എന്നിങ്ങനെ തുടങ്ങിയുള്ള സൂറത്തുൽ ഗാഫിറിലെ 16 മുതലുള്ള വചനങ്ങൾ അദ്ദേഹം അവിടെ ചേർത്ത് വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അർത്ഥം വരുന്ന വചനം സൂറത്തുൽ ഗാഫിറിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതായി കൊണ്ട് കാണാം, അന്നേ ദിവസത്തെ അധികാരം അത് ആർക്കായിരിക്കും ഉണ്ടായിരിക്കുക, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് തന്നെയായിരിക്കും ആ അധികാരം ഉണ്ടായിരിക്കുക എന്നിങ്ങനെ അവിടെ സൂറത്തുൽ ഗാഫിറിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നടത്തിയതായി കാണാൻ സാധിക്കും.
ഇനി ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല നൽകിയ വിശദീകരണങ്ങളിൽ നിന്നും നമുക്ക് വായിക്കാം. അദ്ദേഹം പറയുന്നു, ഹാദൽ ഇസ്തിഫ്ഹാം ലിത്തഫ്ഖീമി വത്തഅലീം. ഇവിടെ ചോദ്യമായി പറഞ്ഞിട്ടുള്ള ഈ കാര്യം അത് അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കുവാനും അതേപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യത്തെ, അതിൻ്റെ ശ്രദ്ധ, ആ ഒരു വിഷയത്തിലേക്ക് മനുഷ്യരുടെ ശ്രദ്ധ ഉണ്ടായിരിക്കണമെന്ന് ഉണർത്തുകയുമാണ് ചെയ്യുന്നത്. യഅനി അയ്യുശൈഇൻ അഅലമക ബിയൗമിദ്ദീൻ. പ്രവാചകരെ, എന്തൊരു കാര്യമാണ് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് താങ്കൾക്ക് അറിയുക? അതങ്ങനെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. യഅനി മഅനാഹു യഅലം ഹാദൽ യൗം വഖ്ദുറുഹു ഖദ്റഹു. അഥവാ അതിന് ശരിക്കുള്ള അർത്ഥം എങ്ങനെയാണ്? പ്രവാചകരെ, അന്ത്യനാളിനെ സംബന്ധിച്ച് താങ്കൾക്കറിയാം, എന്നാൽ ഖുദുറുഹു ഖദ്റഹു, ആ ദിവസത്തിന് താങ്കൾ നൽകേണ്ടതായ ഖദർ, നൽകേണ്ടതായ പരിഗണന താങ്കൾ നൽകിക്കൊള്ളുക എന്നാണ്. നമ്മോട് ഓരോരുത്തരോടും കൂടിയാണ് പറയുന്നത്. പരലോകത്തെ സംബന്ധിച്ച് നമുക്കറിയാം, അന്നേ ദിവസം ആരും നമ്മെ സഹായിക്കില്ല എന്നറിയാം. നമ്മുടെ നന്മ, നാം ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ, അത് മാത്രമായിരിക്കും നമുക്കുണ്ടായിരിക്കുക എന്നും അറിയാം. പക്ഷേ നമ്മൾ അതിന് നൽകേണ്ട പരിഗണന നൽകുന്നില്ല എങ്കിൽ അത് നഷ്ടത്തിലായിരിക്കും എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. പരലോകത്തെക്കുറിച്ച് നമുക്കറിയാം, പക്ഷേ നമ്മൾ അതിന് നൽകേണ്ട പരിഗണന നൽകേണ്ടതുണ്ട്. അഥവാ അതിന് നമ്മൾ വേണ്ടുന്ന ഒദ്ദകൾ, നമ്മുടെ സന്നാഹങ്ങൾ അതിനു വേണ്ടി നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട് എന്നാണ്. അതിനുശേഷം പറയുന്ന യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈഅൻ വൽ-അംറു യൗമഇദിൻ ലില്ലാഹ്. അഥവാ ഫീ യൗമിൽ ഖിയാമത്തി ലാ അഹദുൻ യംലികു ലിഅഹദിൻ ശൈഅ. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി യാതൊന്നും അധികാരപ്പെടുത്തുകയില്ല, മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കുകയുമില്ല. ലാ യജ്ലിബു ബിഖൈറിൻ, ഒരു നന്മ കൊണ്ടുവരുവാൻ ഒരാൾക്ക് സാധിക്കൂല. വലാ ബിദഫ്ഇ ദർറിൻ, ഒരു തിന്മ ഉണ്ടാക്കുവാനും ഒരാൾക്കും സാധിക്കൂല. മറ്റൊരാളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾക്ക് എന്തെങ്കിലും നന്മ ചെയ്തു കൊടുക്കാനോ ഒന്നും ഒരാൾക്കും കഴിയില്ല എന്നാണ്. ഇല്ലാ ബി ഇദ്നില്ല, അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ. വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നേ ദിവസത്തെ എല്ലാ കൈകാര്യകർത്തൃത്വവും അത് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഫിദ്ദുന്യാ ഹുനാക ഉനാസുൻ യഅ്മുറൂന മിനൽ ഉമറാ വൽ വുസറാ വർ-റുഅസാ വൽ ആബാ വൽ ഉമ്മഹാത്ത് ലാകിൻ ഫിൽ ആഖിറ മാ ഫീഹ്. അഥവാ ദുനിയാവിൽ ഒരു പക്ഷേ നമുക്ക് ഉമറാക്കൾ ഉണ്ടായിരിക്കും, നേതാക്കന്മാരും നമ്മുടെ ഭരണാധികാരികളും മന്ത്രിമാരും അങ്ങനെ റൊഅസാക്കന്മാരും പിതാക്കന്മാരും ഉമ്മമാരും ഒക്കെ നമ്മളെക്കുറിച്ച് ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ ലാകിൻ ഫിൽ ആഖിറ മാ ഫീഹി, പരലോകത്ത് അങ്ങനെ ഒരാളും തന്നെ നമുക്ക് വേണ്ടി മുതിരുകയില്ല, അങ്ങനെ വരാൻ ഒരാൾക്കും കഴിയുകയും ഇല്ല എന്നുള്ളതാണ്. കാരണം അൽ അംറു ലില്ലാഹ്, കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലക്കായിരിക്കും ഉണ്ടായിരിക്കുക. ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈഅൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാഹിൻ്റെ അനുമതി ഇല്ലാതെ ഒരാളും മറ്റൊരാൾക്കും ഒരു നന്മയും ചെയ്തു കൊടുക്കുകയില്ല, ഒരു കാര്യവും ചെയ്തു കൊടുക്കുകയില്ല എന്നാണ്. വലിഹാദാ കാന അന്നാസു ഫീ ദാലികൽ യൗം യുൽഹിഖുഹും മിനൽ ഗമ്മി വൽ കർബി മാ ലാ യുതീഖൂൻ. അതുകൊണ്ടാണ് അന്നേ ദിവസം ജനങ്ങളെല്ലാവരും അവരുടെ വേവലാതികളും പരാതികളും ഒക്കെ ആയിക്കൊണ്ട് ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്. അതുകൊണ്ടാണ് സുമ്മയത്തുലുബൂന ശഫാഅത മിൻ ആദം, അങ്ങനെ ഷഫാഅത്ത് തേടിക്കൊണ്ട് ഷഫാഅത്തിന് വേണ്ടി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിലേക്ക് പോകും. പിന്നെ നൂഹ് നബിയുടെയും പിന്നെ ഇബ്രാഹിം നബിയുടെയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഈസാ നബിയുടെയും എല്ലാം അരികിലേക്ക് അവർ പോകും. അങ്ങനെ തുടങ്ങി എല്ലാ പ്രവാചകന്മാരുടെ അരികിലേക്കും പോയി അവസാനം ഹത്താ തൻതഹി ഇലാ നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി കരീം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിലേക്ക് എത്തുന്നത് വരെ ജനങ്ങൾ അങ്ങനെ തിരിഞ്ഞു നടക്കുമെന്നാണ്. അവരോടൊക്കെ ഷഫാഅത്ത് ആവശ്യപ്പെടാൻ വേണ്ടി അവരോടെല്ലാം ആവശ്യപ്പെട്ട് അങ്ങനെ അവസാനം പ്രവാചകന്റെ അരികിലേക്ക് എത്തുകയും ഫയശ്ഫഉ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഫാഅത്ത് തേടുകയും ചെയ്യുമെന്നാണ്. ഫയുരീഹുല്ലാഹുൽ ആലം മിനൽ മൗഖിഫ്, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല വിചാരണ തുടങ്ങുകയും ചെയ്യും എന്നാണ്. അപ്പോൾ അവിടെ ഷഫാഅത്തിന് അനുമതി നൽകപ്പെട്ടിട്ടുള്ളത് മുഹമ്മദ് നബിക്ക് മാത്രമാണ്. അത് അള്ളാഹിൻ്റെ അനുമതി, ആ ഒരു ഷഫാഅത്ത് നിർവഹിക്കുക എന്ന അനുമതി അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമേ അള്ളാഹു നൽകിയിട്ടുള്ളൂ എന്നതാണ്. അപ്പോൾ അതല്ലാത്ത വേറൊരാൾക്കും, അത് ഏത് വലിയ പ്രവാചകനാണെങ്കിലും ശരി, എത്ര വലിയ ഔലിയ ആണെങ്കിലും ശരി, ആർക്കും തന്നെ അത് ചെയ്യുവാൻ സാധിക്കുകയില്ല. അള്ളാഹിൻ്റെ അനുമതി ഉള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ഏതൊരു കാര്യവും പരലോകത്തെ എന്തൊരു വിഷയവും അപ്രകാരം തന്നെയായിരിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അള്ളാഹിൻ്റെ അനുമതി ഇല്ലാതെ ഒരു കാര്യവും അന്നേ ദിവസം ചെയ്യുകയില്ല എന്നുള്ളതാണ്. വൽ അംറു യൗമഇദിൻ ലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഫഇൻ ഖാല ഖായിൽ, അതുമായി ബന്ധപ്പെട്ടൊരു മസ്അല നമുക്ക് നോക്കാം. ഒരു വ്യക്തി ഇപ്പം ഇങ്ങനെ ചോദിക്കാന്ന് വിചാരിക്കാം,
അലൈസൽ അംറു ലില്ലാഹ് ഫീ ദാലിക്കൽ യൗം വഫീ ഗൈരി. അന്നേ ദിവസത്തെ കൈകാര്യകർത്തൃത്വം അള്ളാഹ്ക്കാണ്. അതല്ലാത്ത ഇന്നത്തെ കാര്യങ്ങളുടെ കർത്തൃത്വവും എല്ലാം അള്ളാഹുവിന് തന്നെയല്ലേ. പിന്നെ എന്തിനാണ് അന്നേ ദിവസത്തത് പ്രത്യേകം എടുത്ത് പറയുന്നത്? അഥവാ ഇന്ന് കാര്യങ്ങൾ നടന്നു പോകുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണല്ലോ. പിന്നെ എന്തിനാണ് നാളെ കൈകാര്യകർത്തൃത്വം മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിരിക്കും എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് എന്തിനാണ് എന്നാണ്. നമുക്കതിൻ്റെ ഇപ്രകാരം കാര്യങ്ങൾ മനസ്സിലാക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഖുൽനാ ബല, അതെ, അൽ അംറു ലില്ലാഹി തആല ഫീ യൗമിദ്ദീൻ വഫീ മാ ഖബ്ലഹു. അന്ത്യനാളിലാണെങ്കിലും പരലോകത്താണെങ്കിലും അതേപോലെ തന്നെ അതിൻ്റെ മുമ്പ് ദുനിയാവിക ജീവിതത്തിലാണെങ്കിലും എല്ലാം തന്നെ കൈകാര്യകർത്തൃത്വം മുഴുവൻ അത് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമാണുള്ളത്. ലാകിൻ ളുഹൂർ അംരിഹി ഫീ ദാലിക്കൽ യൗം അക്സറു ബികസീർ മിൻ ളുഹൂരിഹി ഫീ അംരിഹി ഫിദ് ദുനിയ. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ചോയ്സുകൾ ഉണ്ടാകും, ചെയ്യാൻ നൽകിയിട്ടുള്ള തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ആ സ്വാതന്ത്ര്യം പരലോകത്ത് ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. അപ്പോൾ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം അത് പരലോകത്തുണ്ടായിരിക്കുകയില്ല. ലിഅന്ന ഫിദ് ദുനിയ യുഖാലിഫുൽ ഇൻസാന അവാമിറല്ലാഹി അസ്സ വജൽ. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുവാനും അതേപോലെ തന്നെ അള്ളാഹിനെ ഇതാഅത്ത് ചെയ്യുവാനും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ചു കൊണ്ട് ജീവിക്കുവാനും എല്ലാമുള്ള സ്വാതന്ത്ര്യം അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. പരലോകത്ത് അതുണ്ടായിരിക്കുകയില്ല. അംറ സയ്യിദിഹി. ഒരുപക്ഷെ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ച് ഓരോ മനുഷ്യനും അവൻ്റെ നേതാക്കന്മാർ പറയുന്നതും അതേപോലെ തന്നെ അവർക്ക് വേണ്ടപ്പെട്ടവർ പറയുന്നതൊക്കെ സ്വീകരിക്കാനും അവർക്കുള്ള ചോയ്സ് അള്ളാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ പരലോകത്ത് അങ്ങനെ ഒരാൾക്കും ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്കനുസരിച്ച് മാത്രമേ അത് ഏതൊരു കാര്യവും ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്നാണ്. അതാണ് സൂറത്തുൽ ഗാഫിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിക്കൊണ്ട് നാം നേരത്തെ കഴിഞ്ഞ തഫ്സീറിൽ നിന്നും വായിച്ചത്. ലിമനൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അന്നേ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിരിക്കും മുൽക്കുണ്ടായിരിക്കുക, അധികാരമുണ്ടായിരിക്കുക, കാര്യങ്ങൾ നിർവഹിക്കുവാനും അതിൻ്റെ കൈകാര്യകർത്തൃത്വം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിരിക്കും. വൽ മുൽക്കു ലില്ലാഹി ഫിദ് ദുനിയ വഫിൽ ആഖിറ. അഥവാ ദുനിയാവിലും ആഖിറത്തിലും എല്ലാം തന്നെ എല്ലാ അധികാരവും മുഴുവനായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണുള്ളത്. എന്നാൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ മനുഷ്യർക്ക് നൽകിയിരുന്ന സ്വാതന്ത്ര്യം പരലോകത്ത് നൽകുകയില്ല എന്നാണ് അതിലൂടെ നാം മനസ്സിലാക്കുന്നത്. ലാകിൻ ഫീ ദാലിക്കൽ യൗം യൽഹർ മലകൂത്തുല്ലാഹി അസ്സ വജൽ വ അംരിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിപൂർണമായ കഴിവും അള്ളാഹുവിൻ്റെ അധികാരവും അതിൻ്റെ ഫലവും എല്ലാം തന്നെ അള്ളാഹു അന്നേ ദിവസം എടുത്തു കാണിക്കുന്നതായിരിക്കും, പ്രകടമാക്കുന്നതായിരിക്കും. വയതബയ്യന അന്നഹു ലൈസ ഹുനാക ആമിർ ഫീ ദാലിക്കൽ യൗം. അന്നേ ദിവസം കൽപ്പിക്കുവാൻ മറ്റൊരു അധികാരിയും മുന്നോട്ട് വരികയില്ല. ഏത് രാജാവാണെങ്കിലും ശരി, എത്ര പ്രൗഢ ബലമുള്ളവനാണെങ്കിലും ശരി, ദുനിയാവിൽ എത്ര പൊങ്ങച്ചം പറഞ്ഞ ആളാണെങ്കിലും ശരി, അന്നേ ദിവസം ആ പൊങ്ങച്ചവുമായിക്കൊണ്ട് ആ അധികാരവുമായിക്കൊണ്ട് മുന്നോട്ട് വരുവാൻ ആർക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കൂത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെ സകലമായ അധികാരങ്ങളും അള്ളാഹു അവിടെ പ്രകടമാക്കുമ്പോൾ ഒരാളും തന്നെ പേടിച്ച് ഭയന്ന് മുന്നോട്ട് വരികയില്ല എന്നുള്ളതാണ്. ഇനി ഈ ഒരു അധ്യായത്തിൽ മൊത്തത്തിൽ നമുക്ക് ലഭിക്കുന്ന ചില ഗുണപാഠങ്ങൾ ഐസറു തഫാസീർ എന്ന ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. മിൻ ഹിദായത്തിൽ ആയാത്ത്, ഈ ആയത്തുകളുടെ എല്ലാം അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില ഗുണപാഠങ്ങളാണ്. ഒന്നാമത്തേത് ബയാനു ഹിക്കമില്ലാഹി ഫി അഹ്ലിൽ മൗഖിഫ് ഇദ് ഹും മാ ബൈന ബാലിൻ സാദിഖിൻ ഫഹുവ ഫീ നഈമിൻ വഫാജിരിൻ കാഫിരിൻ ഫഹുവ ഫീ ജഹീം. അഥവാ കുഫാറുകളുടെയും അതേപോലെ തന്നെ പുണ്യം ചെയ്യുന്ന ബാർ സ്വാദിഖ്, സത്യവാന്മാരും പുണ്യവാന്മാരുമായിട്ടുള്ള ആളുകൾ, അവരുടെയും തമ്മിലുള്ള വ്യത്യാസവും അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അവർക്ക് നൽകുന്ന സുഖസൗകര്യങ്ങളും കുഫാറുകളായുള്ള ആളുകൾക്ക് നൽകുന്ന ശിക്ഷയുമെല്ലാം ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ബയാനു ഇൽമി ശഅനി യൗമിദ്ദീൻ വ അന്നഹു യൗമുൻ അലീം. ഖിയാമത്ത് നാളിൻ്റെ ഗൗരവവും അതിൻ്റെ അന്നേ ദിവസത്തെ ഭീതിജനകമായുള്ള അവസ്ഥയുമെല്ലാം ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മൂന്നാമത്തെ കാര്യം ബയാനു അന്നന്നാസ് ഫി യൗമിദ്ദീൻ ലാ തൻഫഉഹും ശഫാഅ വലാ ഖുല്ല ഇദ് ലാ യശ്ഫഉ അഹദുൻ ഇല്ലാ ബിഇദ്നില്ലാഹ്.
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയില്ലാതെ പരലോകത്ത് ഒരാളും മറ്റൊരാൾക്കും യാതൊരു ഉപകാരവും ചെയ്യുകയില്ല, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ശുപാർശയും പറയുകയില്ല. അവിടെ അന്നേ ദിവസം ഒരു ബന്ധങ്ങളും ഒരു പക്ഷേ ഫലപ്പെട്ടുകൊള്ളണമെന്നും ഇല്ല, അള്ളാഹുവിൻ്റെ അനുമതി ഇല്ലാതെ. അപ്പോൾ അള്ളാഹിൻ്റെ അനുമതി ഇല്ലാതെ അവിടെ യാതൊരു കാരണവശാലും എത്ര വലിയ കൊമ്പന്മാരോട് നമുക്ക് ബന്ധമുണ്ടെങ്കിലും ആ ബന്ധം അവിടെ പരലോകത്ത് വില പോവുകയില്ല എന്നുള്ളതാണ്. വമാലിദ്ദാലിമീന മിൻ ഹമീമിൻ വലാ ഷഫീഇൻ യുതാ. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അവരുടെ വിശ്വാസവും അവരുടെ കർമ്മവും എല്ലാം തന്നെ അവരിൽ സ്വാധീനമുണ്ടാക്കിയേക്കും. അതല്ലാതെ കുഫാറുകളായുള്ള തോന്നിവാസികളായി ജീവിച്ച അള്ളാഹുവിൽ നിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര വലിയ ബന്ധങ്ങളാണെങ്കിലും ശരി, എത്ര വലിയ ആളുകളോട് അവർ കടുപ്പമുണ്ടായിരുന്നാലും ശരി, അത് അവരെ രക്ഷിച്ചു കൊള്ളണമെന്നും ഇല്ല എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ത്തിൽ നിന്നും ചുരുങ്ങിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും അതിനനുസൃതമായ ജീവിതം നയിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആഖിറു തഫ്സീരി സൂറത്തുൽ ഇൻഫിത്താർ. വലില്ലാഹിൽ ഹംദ് വൽ മിന്ന. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.